ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മുട്ട പൊരിച്ചയാക്കിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാനിതാ ഉന്നക്കായ്ക്കുള്ള പണ്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് ഉന്നക്കായ് പെർഫെക്റ്റ് ഉന്നക്കായ് ഞാൻ സെയിൽ ചെയ്യുന്നത് ഒന്ന് എല്ലാം അരക്കുന്നതും എല്ലാം കാണിച്ചു തരുമോന്ന്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇന്ന് 50 ഉന്നക്കായ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് 2 തേങ്ങാൻ്റെ പണ്ടം ഉണ്ടാക്കുന്നത്. 2 തേങ്ങക്ക് ഞാൻ 8 മുട്ട ഇടും. 10 മുട്ട ഇടും. പിന്നെ അപ്പോൾ ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇട്ട് എന്നിട്ട് മുട്ട പൊട്ടിച്ചിട്ട് നല്ല മിക്സാക്കിയിട്ട് ഇട്ട് അതിലേക്ക് 4 കയ്യിലില്ല നമ്മൾ കറിയെല്ലാം വിളമ്പുന്ന അങ്ങനത്തെ ഇതുണ്ടാകുന്നില്ലേ നമ്മൾ ബൗളിലേക്കെല്ലാം ഇടുന്ന അങ്ങനത്തെ 4 പഞ്ചസാര ഇട്ട് ഞാൻ എന്നിട്ട് അത് മെൽറ്റായതിന് ശേഷമേ ഞാൻ തേങ്ങ ഇടും. ചില ആളല്ലേ ഒന്നിച്ചിട്ട് തന്നെ ഇടുന്നത്, ഈ മുട്ടിയും തേങ്ങ എല്ലാം മിക്സാക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ അതെനിക്ക് ഒരു ഇതാകുന്നില്ല, തേങ്ങ കാണുന്നില്ല മുട്ടിയും കാണുന്നില്ല, ആ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്നു. ഞാൻ എന്താക്കുന്നില്ല, ഇങ്ങനെ ആക്കിയിട്ട് ഒരു സ്ക്രാമ്പിൾ പോലെ ആക്കിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് നല്ല മെൽറ്റായിട്ടാകുമ്പോൾ തേങ്ങ ഇട്ടിട്ട് അത് പിന്നെ ചെറിയ തീയിൽ വെക്കൽ. അപ്പോൾ നല്ല ആ പഞ്ചസാര ഇതെല്ലാം ഇതായിട്ടിട്ട് പിന്നെ ഏലക്കാപ്പൊടിയെല്ലാം ഇടും. പിന്നെ അതിൻ്റെ അടുക്കുന്ന തന്നെ ഞാൻ 4 കിലോ കായ എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അത് വേഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചല്ല, പകുതി കുറച്ച് നല്ല പച്ചയുണ്ടത്, പിന്നെ പകുതി നല്ല പൂത്തതുണ്ട്, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ 2 മിക്സ് ആക്കിയിട്ട് ആക്കുമ്പോൾ നമുക്ക് അരക്കുമ്പോൾ പ്രശ്നമില്ല. പിന്നെ അതിന് ശേഷം ചൂടോടെ തന്നെ അരക്കണം, ഇത് ചൂടോടെ തന്നെ അരച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ എന്താക്കുന്നതിൽ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ നടുവിലത്തെ കറുത്ത സാധനമില്ല അതെടുക്കലുണ്ട്. ഇന്ന് എനിക്ക് സമയമില്ല, തിരക്കൽ തന്നെ ഉണ്ടത്. ഇത് 12 മണിയാകുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഫ്രോസൺ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഷോപ്പിലേക്കുള്ളത്. അപ്പോൾ ഒരു ഫ്രോസൺ ആയെങ്കിലും അല്ലെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞിന് ബോക്സ് ആക്കിയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഫ്രോസൺ അല്ലെങ്കിൽ നമുക്ക് പിന്നെ പാക്കറിലാക്കിയിട്ട് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, ഉടഞ്ഞോണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ ഗ്രൈൻഡറിൽ അരക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇങ്ങനെ ചോദിച്ചിന്, അപ്പോൾ ചൂടോടെ തന്നെ അരക്കണം, ചൂടോടെ അരച്ചില്ലെങ്കിൽ അരിയല. പിന്നെ ഈ പച്ചയെല്ലാം ഇപ്പോഴെങ്കില്ല ചിലപ്പോൾ കട്ട കെട്ടിയിട്ടുണ്ടാകും, അപ്പോൾ നോക്കിയിട്ട് അത് അരക്കണം. എടുത്തിട്ട് ആ കട്ട ഉണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ആ കല്ലിൻ്റെ അടിക്ക് തന്നെ ഇട്ടിട്ട് അരക്കണം. അപ്പോൾ നല്ല അരിഞ്ഞിട്ട് കിട്ടും. ഈ കായും അങ്ങനെ നമ്മൾ വേങ്ങുമ്പോൾ നോക്കണം, നല്ലോണം പച്ചയായിപ്പോണ്ടാന്ന്. അങ്ങനെ പിന്നെ നല്ലോണം പോത്തെങ്കിൽ ബുദ്ധിമുട്ട്. നല്ലോണം പോത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പത്തലിൻ്റെ പൊടിയാ അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചിട്ട് ഇടുന്നത്. ചില ആൾ ബ്രെഡ് പൊടിച്ചിട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ഇട്ട് നോക്കിയിട്ടാണ് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും. ഞാൻ കുറച്ച് പത്തലിൻ്റെ പൊടി കുറച്ച് വെള്ളമായിപ്പോയെങ്കിൽ അങ്ങനെ ഇടലുണ്ട്. അപ്പോൾ എല്ലാം 4 കിലോ അരച്ചിട്ട് എടുക്കാവേ. അങ്ങനെ അരച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് കൈക്ക് എണ്ണയെല്ലാം തടവിയിട്ട് എടുക്കണം. അപ്പോൾ ഒരു ബോൾസ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രക്ക് ഉണ്ടാക്കണ്ടേ, അപ്പോൾ എൻ്റെ ഒരു കണക്കുണ്ട്, ആ ഒരു കണക്കിലേ ഞാൻ കൊടുക്കും. ചെറുതാക്കിയല്ല, എനിക്ക് ചെറുതാക്കിയിട്ട് കൊടുക്കുമ്പോൾ എനിക്കൊരു മനസ്സമാധാനമാകുന്നില്ല. എന്നിട്ട് നല്ലോണം പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3 ടീസ്പൂൺ ഞാൻ നല്ലോണം ഫില്ലിങ് വെക്കണം, കുറഞ്ഞോണ്ടാണ് നമ്മൾ ഈ കൊടുക്കുമ്പോൾ കുറച്ച് നല്ല നേരം തന്നെ കൊടുക്കണ്ടേ. എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ഉന്നക്കായ്, ഈ ഉന്നക്കായ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉന്നക്കായ് പണ്ടെല്ലാം അറിയുന്നില്ലേ, ആ ഉന്നക്കായിൻ്റെ ഷേപ്പിലായതുകൊണ്ടല്ലേ ഈ ഉന്നക്കായ്. അപ്പോൾ ചില ആൾ കായടാന്ന് പറയല്ലേ, നമ്മൾ ഉന്നക്കായ് എന്ന് പറയുന്നത്. അങ്ങനെ നല്ല പാങ്ങല കൈനോട് ഇതിങ്ങനെ ഉരുട്ടിയിട്ട് നല്ല നീളത്തിൽ തന്നെ ആക്കിയിട്ട് എടുക്കണം. നല്ല ഷേപ്പിൽ തന്നെ വേണം നമുക്ക് കൊടുക്കുമ്പോൾ അല്ലേ, കാണുമ്പോൾ ഒരാൾക്കൊരു നല്ല ഇഷ്ടപ്പെടണം. ആ ഏത് സാധനവും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിലല്ലേ ഒരു ഇതുണ്ടാവും, കഴിക്കാനും ഇതാക്കാനുള്ള തോന്നല്. അപ്പോൾ നല്ല പാങ്ങൽ ഇങ്ങനെ ഇതാക്കിയിട്ട് കൈനോട് കുറച്ച് ഇതാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഉന്നക്കായ് റെഡി. അപ്പോൾ ഇങ്ങനെ 50 നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാവേ. അപ്പോൾ രണ്ടാമത് എല്ലാത്തിലും ഉണ്ടാക്കുമ്പോൾ എണ്ണ തടവണം, ഇല്ലെങ്കിൽ കൈക്കൊട്ട് പിടിക്കുന്നില്ലേ. പിന്നെ ഇത് ഞാനിപ്പോൾ നടുവിലത്തെ കറുത്തത് എടുക്കാണ്ട് അരച്ചതല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കറുത്ത ഇതുണ്ടാകുന്നു. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് മാറ്റിയാൽ മതി. പിന്നെ ഇതെല്ലാം ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒരു ബന ഉണ്ടാവും. പിന്നെ അപ്പോൾ നമ്മൾ എപ്പോൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ അത്ര ഇതുണ്ടാവില്ല, പിന്നെ സ്പീഡാവും. ഫസ്റ്റ് എല്ലാത്തിനും ഏത് കാര്യത്തിനും ഇതാന്ന് തന്നെയല്ലേ. പിന്നെ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ നമുക്ക് 50 ഉന്നക്കായ് ആക്കിയിട്ട് വെക്കാനുണ്ട്. 50 അല്ല, ഇത് കുറച്ച് അധികം ഉണ്ടാവും. 4 കിലോയിൽ കുറച്ച് അധികവും കിട്ടും. ഞാൻ ഉണ്ടാക്കുന്ന ആ സൈസിൽ കുറച്ച് അധികം കിട്ടും. അപ്പം ഞാൻ കുറേ ആളെല്ലാത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ റേറ്റ് എല്ലാത്തിനും ഒന്നിച്ചിട്ട് റേറ്റ് ഇടാന്നെല്ലാം വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഇടാന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം കിട്ടുന്നില്ല. ഇപ്പം ഇതന്നെ ഇപ്പോൾ
മുമ്പത്തെ വീഡിയോ ഞാനിപ്പോൾ ഇടുന്നത് തിങ്കളാഴ്ചൻ്റെ വീഡിയോ എനിക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിലുണ്ടാകുമ്പോൾ പിന്നെ എവിടെയും പോകാനുണ്ടാകുന്ന ഹോട്ടലിലും കഴിഞ്ഞിട്ടായിട്ട് പിന്നെ എവിടെയും പോവാം അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റല്ല ഞാൻ ഫ്രോസണ് 15 എടുക്കുന്നത്, ഫ്രൈ ആക്കിയിട്ട് 18 എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ റേറ്റ് ഇത്. പിന്നെ അല്ലാത്ത ചില ആൾ 18 ഫ്രോസണ് 18 ഫ്രൈ ആക്കിയിട്ട് 20 എടുക്കുന്ന ആളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇത് ഞാൻ ഇത്ര എടുക്കുന്നത്. അങ്ങനെ നമ്മളെ പിന്നെ കൈയെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കസ്റ്റമറിനുള്ള ഇത് ആക്കാനുണ്ട്. അപ്പോൾ അത് അവർക്ക് ട്രയാങ്കിൾ ആക്കി കൊടുക്കാനുണ്ട്. ഇത് ഈവനിങ്ങിൽ കൊടുക്കേണ്ടത് തന്നെ. അപ്പോൾ ട്രയാങ്കിൾ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഷവർമ ബോൾസും വേണമെന്ന് പറഞ്ഞിന്. അങ്ങനെ ഷവർമ ബോൾസിൻ്റെ മസാല എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിത് ഷവർമ ബോൾസ് ആക്കണം. അപ്പോൾ എല്ലാം സമയം കിട്ടുന്നില്ല. ഷവർമ ബോൾസും ആക്കിന്. പിന്നെ ഓർക്ക് വേറെ ഉണ്ടാക്കി കൊടുത്തത് ഇറച്ചിയാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നേ. ഇപ്പോൾ ഇതാ 50 ഉന്നക്കായി ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 12 മണിയാകുമ്പോൾ എന്നെ എത്തിക്കാൻ പറഞ്ഞിന്. ഇത് ഇറച്ചിയുടെ ഞാൻ ഇനി ഒരിക്കൽ ഇതിൻ്റെ ഇതെങ്ങനെ ഫ്രോസണ് ആക്കേണ്ടതെന്നെല്ലാം ആക്കി പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അല്ലേ ഞാൻ 10 റോളും കൊടുത്തിട്ടുണ്ടായിന്. അത് കല്ലുമ്മക്കായി ചോദിച്ചത്. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാകുന്ന നിൽക്കുമ്പോൾ ഞാൻ റോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ ഓർഡർ ഇത്രവാ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത് പിറ്റേ ദിവസം ഇനി ഓർഡർ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.